അപ്പൊ നമ്മൾ 25ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് ഇനി കയറുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ 25ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ് നോക്കുന്നത്. എന്താ മക്കളെ ക്വസ്റ്റ്യൻ പറയുന്നത്? എ കോമ്പൗണ്ട് എക്സ് അബ്സോർബ്സ് 2 moles of hydrogen and X upon oxidation in the presence of KMnO4 H plus gas. അപ്പൊ ഈ എക്സിനെ 2 മോൾസ് ഹൈഡ്രജൻ അബ്സോർബ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ 2 ഡബിൾ ബോണ്ട് ഉണ്ട്. ആൽക്കീൻ ആണ്. ചാപ്റ്റർ ഏതാ? ഹൈഡ്രോ കാർബൺസിൽ ആൽക്കീൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഓസോണാലിസിസ് അല്ല, ആൽക്കീൻസിലെ ഓക്സിഡേഷൻ, KMnO4 ഓക്സിഡേഷൻ ഭാഗത്ത് നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന KMnO4 H പ്ലസ് ആണ്. അപ്പോൾ 2 മോൾ ഹൈഡ്രജൻ അക്സെപ്റ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഇതിനകത്ത് എന്താണ്? 2 പൈ ബോണ്ട് ഉണ്ട്. ഓക്കെ, ആൻഡ് KMnO4 വെച്ച് ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതാണ് കിട്ടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സ് പ്രസന്റ് ഇൻ ദ കോമ്പൗണ്ട് എക്സ് ഈസ്. അപ്പൊ ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ, നമുക്ക് ഈ 3 പ്രൊഡക്ട്സ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അതിന്റെ ഒരു പോസിബിൾ സ്ട്രക്ചർ വരച്ച് നോക്കാം അല്ലെ. എന്തായിരിക്കും മക്കളെ പോസിബിൾ സ്ട്രക്ചർ? നിങ്ങൾ നോക്കിക്കേടാ. ഈ പറഞ്ഞ വസ്തുവിന്റെ ഞാനൊരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു പോസിബിൾ സ്ട്രക്ചർ ആയിട്ട് വരയ്ക്കാം. CH3 C ഡബിൾ ബോണ്ട് C CH3 CH2 CH ഡബിൾ ബോണ്ട് C CH3 ഇതെനിക്കൊരു പോസിബിൾ സ്ട്രക്ചർ ആയിട്ട് വരയ്ക്കാം. ഓക്കെ അല്ലേ? യെസ്. ഞാൻ ഇതിനെ ഓക്സിഡേഷൻ നടത്തിയാൽ എനിക്ക് കിട്ടാവുന്ന പ്രൊഡക്റ്റ് എന്തൊക്കെയാ? നിങ്ങൾ നോക്കിക്കേടാ. ഇവിടെ നിന്ന് ഓക്സിഡേഷൻ നടത്തിയാൽ ഇവിടെ ഒരു ആൽഡിഹൈഡ് കിട്ടും, ഇവിടെ ഒരു കീറ്റോൺ കിട്ടും. ആദ്യം ഇവിടെ ആൽഡിഹൈഡ് കിട്ടും, ഇവിടെ ഒരു കീറ്റോൺ കിട്ടും. ആൽഡിഹൈഡ് പൊസിഷൻസ് എന്ത് ചെയ്യും? ആസിഡായി മാറും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഫസ്റ്റത്തെ ഭാഗത്തുനിന്ന് CH3 C ഡബിൾ ബോണ്ട് O CH2 COOH പ്ലസ് ഇവിടെ അസറ്റോൺ ഉണ്ട് CH3 C ഡബിൾ ബോണ്ട് O CH3 പ്ലസ് താഴത്തെ പാർട്ടിന്ന് CH3 COH. ആൽഡിഹൈഡ് പൊസിഷൻസ് ആക്ച്വലി എന്തായി മാറും? KMnO4 വെച്ച് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. KMnO4 ബാർ H പ്ലസ് ആകുമ്പോൾ ഇതൊരു പോസിബിൾ സ്ട്രക്ചർ ആയിട്ട് എനിക്ക് പറയാം. റൈറ്റ്. നൗ വേറെ ഏതെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ മക്കളെ? വേറെ ഏതെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ? വേറെ ഞാൻ ചിന്തിക്കുവാണേ. വേറെ ഞാൻ ചിന്തിച്ചാൽ CH3 C CH2 CH ഡബിൾ ബോണ്ട് CH3 ഇവിടെ ഞാൻ ഡബിൾ ബോണ്ട് CH3 എടുക്കുന്നു. ഇതിനെ ഞാൻ റിയാക്ട് ചെയ്തെന്ന് കരുതുക. ഇവിടെ എനിക്ക് O കിട്ടും, ഇവിടെയും O കിട്ടും. സോ ഇതിനെ ഞാൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ what my product will be in the presence of KMnO4 where H plus. I can get CH3 C double bond O CH2 COH plus ഇവിടെ തന്നെ CH3 COH plus CH3 C ഡബിൾ ബോണ്ട് O CH3. ഓക്കെ, അപ്പൊ ഈ 2 പോസിബിലിറ്റീസ് എൻ്റെ കയ്യിലുണ്ട്. ഇനി ഞാൻ ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് 2 കേസിലെയും കൗണ്ട് ചെയ്തെടുക്കാൻ പോയി. 2 പോസിബിലിറ്റീസും ഞാൻ കാണുന്നുണ്ട്. 2 കേസിലെ സിഗ്മ ബോണ്ട് എണ്ണം ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കട്ടെ. ആദ്യം ഹൈഡ്രജൻസ് ഉള്ളത് കൗണ്ട് ചെയ്തെടുക്കാം. ദിസ് ഈസ് 3. ഓക്കെ, ഇവിടെ നമ്മൾ കൂട്ടി വന്നാൽ 3 ഇവിടെ വരും. പുറമേ ഉള്ളത് കൗണ്ട് ചെയ്ത് പോട്ടെ. 1
സോ ഞാൻ ഇവിടെ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 2 3 അവിടെ 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27. സോ ഫസ്റ്റത്തെ കേസിൽ 27 സിഗ്മ ബോണ്ട് ആണ് ഉള്ളത്. ഫസ്റ്റത്തെ കേസിൽ എനിക്ക് 27 സിഗ്മ ബോണ്ട് എന്ന് കിട്ടി. താഴത്തേൽ നോക്കിയാൽ 1 2 3 4 5 6 7 8 9 ഹൈഡ്രജൻസ് മാത്രം ആദ്യം കൗണ്ട് ചെയ്തെടുക്കുന്നു. 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 27 തന്നെയാണ്. ഈ രണ്ട് ഫോമും എനിക്ക് കിട്ടിയാലും ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട്സിന്റെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കേസിലും എനിക്ക് എന്താ കിട്ടിയത്? 27 ബോണ്ടുകൾ എന്നാണ്. സോ രണ്ട് കേസിലും സെയിം ആൻസർ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് സിഗ്മ ബോണ്ട് ഇൻ ദിസ് മോളിക്യൂൾ വിൽ ബി ഈക്വൽ ടു 27. ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? ആൻഡ് ദാറ്റ് വാസ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ 2025 ജാനുവരി ഫേസിൽ വന്ന ജനുവരി 23 ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.